ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുറേ നാളായി യൂട്യൂബിലേക്ക് വന്നിട്ട്. അപ്പം ഇപ്പോൾ ഒരു മാസം ഓരോരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് വരാണ്ടിരുന്നത്. ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എല്ലാ ഞായറാഴ്ചയും ഞാൻ അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയിട്ട് ഒരു 20 മിനിറ്റ് നമ്മളവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. അപ്പം എനിക്ക് അയാളെ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ എനിക്ക് അയാളിന് നേരിട്ട് ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ ഒരു 20 മിനിറ്റ് നല്ലപോലെ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ധ്യാനിച്ചോ അങ്ങനെ കുറച്ച് നേരം ദൈവമേ എന്ന് രക്ഷിക്കണേ അങ്ങനെ വന്നിട്ട്. അപ്പോൾ അയാൾ എന്നോട് വന്ന് ചോദിക്കുകയാണ്, നീ എന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കണം? ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നിൻ്റെ കൂടെ വരുമോ, അല്ലെങ്കിൽ ദൈവം എന്താണ് നിൻ്റെ കൂടെ നിൽക്കാം? അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ ചോദിച്ചു. അപ്പോൾ അയാൾ ആ കല്യാണം കഴിഞ്ഞാണ്. നിങ്ങളുടെ ഭാര്യനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്നേഹമുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ ഭാര്യനെ ഒന്ന് കെട്ടിപ്പിടിക്കുക, ഭാര്യയോട് ഒന്ന് സ്നേഹത്തോടുകൂടി സംസാരിക്കുക, ഭാര്യ എന്താ മദ്യവെച്ചുകൊണ്ട് കിട്ടണമില്ല, ഭാര്യൻ്റെ അടുത്തോട് ഒരു 10 മിനിറ്റ് പോയി ഒരു ചായ കുടിക്കുക, ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇല്ല, എനിക്ക് എൻ്റെ ഭാര്യനെ ഇഷ്ടമാണ്, അതെനിക്കറിയാം, അതൊരു കാര്യമില്ല, എനിക്ക് ദൈവത്തിനെ ഇഷ്ടമാണ്. അപ്പോൾ ദൈവത്തിനോട് കൂടി ദൈവത്തിനോട് ഞാൻ സ്നേഹമായിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ദൈവം എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വന്ന് നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കണം. അപ്പോൾ മാത്രമാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു സൗഹൃദമാണെങ്കിലും നമ്മളങ്ങനെ. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണെങ്കിൽ ഞാൻ ആ സുഹൃത്തിനെ സ്നേഹിക്കണം. അപ്പോൾ മാത്രമാണ് ആ സുഹൃത്ത് എന്നെ സ്നേഹിക്കുക. ഞാൻ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ എൻ്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയോട് സ്നേഹമാണ്. ഒരുമിച്ച് ഒന്നിന് ട്രാവൽ ചെയ്യുക, ഒരുമിച്ച് ഇരുന്ന് ചായ കുടിക്കുക. അല്ലെങ്കിൽ ചായ എന്ന് പറഞ്ഞാൽ എൻ്റെ മാസ്റ്റർ പീസ് കൊണ്ട് പറയാനാണ് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നും കൂടെ അല്ല. അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കാണിക്കാതെ ദൈവമാണെങ്കിലും മനുഷ്യരാണെങ്കിലും, മദ്യപിച്ചുകൊണ്ട് പറയുന്നതല്ല, ദൈവമാണെങ്കിലും മനുഷ്യരാണെങ്കിലും നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിക്കാതെ ഇങ്ങോട്ട് നമുക്ക് സ്നേഹം കിട്ടില്ല. അത് ദൈവത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി, മനുഷ്യൻ്റെ കാര്യത്തിലാണെങ്കിൽ ശരി. 2 പേർക്ക് അടിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ടാണ് ഈ പറയണത്. മദ്യപാനം പറയുക ടോപ്പിക്ക് മാറിപ്പോണം. അപ്പോൾ എന്നാൽ പിന്നെ നാളെ യൂട്യൂബിൽ വന്നാൽ പോരെ. അപ്പോൾ അല്ല, ഉള്ള കാര്യം ടോപ്പിക്ക് ഇതാണ്, നമ്മൾ ഇന്ന ടോപ്പിക്ക് ഇതാണ്. സ്നേഹം ദൈവമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിച്ചാലേ നിങ്ങൾ എന്നെ തിരിച്ച് സ്നേഹിക്കുന്നു. അത് മനുഷ്യനാണെങ്കിലും ശരി, ദൈവമാണെങ്കിലും ശരി, സുഹൃത്താണെങ്കിലും ശരി. എന്നാ ഓക്കെ, ബാക്കി ഞാൻ പറഞ്ഞില്ല, ബാക്കി പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, ബായ്.